Okay guys, welcome to another video. So we have got a pretty good race with a lot of dramas in Monaco this year. So usually there in Monaco there would not be any more dramas. The one who got the pole position in the qualifiers usually win the Monaco Grand Prix. So yesterday was not that case. There was a lot of dramas from the start of the race. So as everybody else, I also thought that Kimi would win the Monaco Grand Prix, which he did. But I thought that there would not be any dramas that Kimi will win the Monaco Grand Prix, Hamilton will be P2, Max will be P3. So I just thought that it would be a boring race. But it was not that boring because there was a lot of dramas in there. So let's talk about it. റേസ് സ്റ്റാർട്ട് ചെയ്യുമ്പം തന്നെ മാക്സിൻ്റെ കാറിന് വലിയൊരു ഇഷ്യൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻജിൻ സ്റ്റോളായി. അത് റെഡ് ബുള്ളിന് ഈ വർഷം മാക്സിൻ്റെ കാറിന് പ്രത്യേകിച്ച് ആ ഒരു പ്രശ്നം വരുന്നത് ആദ്യമായിട്ടാണ് തോന്നുന്നു. കാരണം റെഡ് ബുള്ളിൻ്റെ എഞ്ചിന് ഹഡ്ജറിൻ്റെ കാറിന് ഇങ്ങനെ ഇഷ്യൂ വന്നിട്ടുണ്ട്, എഞ്ചിൻ സ്റ്റോളായി പോകുന്നതിൻ്റെ. ജാപ്പനീസ് ഗ്രാൻഡ് പ്രിയിലാന്ന് തോന്നുന്നു. പക്ഷേ റേസ് സ്റ്റാർട്ട് ചെയ്തപ്പം തന്നെ എഞ്ചിൻ വർക്ക് ചെയ്യുന്നില്ലായിരുന്നു. മീൻസ് എഞ്ചിൻ ആവശ്യമായിട്ടുള്ള ആ ഒരു റെവിലേക്ക് വരുന്നില്ലായിരുന്നു. സോ മാക്സ് ഹാവ് ടു റിട്ടയർ ഫ്രം ദ റേസ്. പുള്ളിക്ക് അതിൽ വലിയ ഖേദമൊന്നുമില്ലായിരുന്നു. പുള്ളി മാക്സ് റിട്ടയർ ആയിട്ട് സ്ട്രെയിറ്റ് കിറ്റെല്ലാം ചേഞ്ച് ചെയ്ത് ബാഗൊക്കെ ഇട്ട് വീട്ടിൽ പോയെന്ന് തോന്നുന്നു. അങ്ങനെ റേസ് കണ്ടിന്യൂ ചെയ്തു. അപ്പം എന്താ നമ്മൾ വിചാരിക്കും ഇനിയൊന്നും നടക്കാനില്ല, ഇത് മൊണാക്കോയാണ്, ഓവർടേക്സ് ഒന്നും നടക്കത്തില്ല, ടൈറ്റായിട്ടുള്ള റോഡായതുകൊണ്ട് എന്താ ഒരു കാറിന് കഷ്ടിച്ച് പോകാനുള്ള സ്ഥലം മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ കിമി ആൻ്റനെല്ലി തന്നെ ഒരു പ്രശ്നം കൂടാതെ 78 ലാപ്പും കിമി ആൻ്റനെല്ലി തന്നെ ലീഡറായിട്ട് ഓടി. 78ാം ലാപ്പിൽ കിമി ആൻ്റനെല്ലി മൊണാക്കോ ഗ്രാൻഡ് പ്രീ വിൻ ചെയ്യുമെന്ന് വിചാരിച്ചു. പിന്നെ ഈ റേസിലെ ഏറ്റവും വലിയൊരു വിയേർഡായിട്ടുള്ളൊരു പാട്ട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനകത്ത് കുറേ ഡ്രൈവേഴ്സിന് പെനാൽറ്റീസ് കിട്ടി. സോ യൂഷ്വലി എങ്ങനെയാണ് പെനാൽറ്റീസ് കിട്ടുന്നത്? റാഷ് ഡ്രൈവിങ് ചെയ്യുക, അല്ലെങ്കിൽ വേറൊരു കാറിനെ പോയി ഇടിക്കുക, അല്ലെങ്കിൽ FIAയുടെ റൂൾസിനും റെഗുലേഷനും എതിരായിട്ട് ഓടിക്കുമ്പോഴാണ് ഈ പെനാൽറ്റീസ് കിട്ടുന്നത്. പക്ഷേ ഇവർക്ക് എന്തിനാണ് ഇവിടെ പെനാൽറ്റി കിട്ടിയെന്നറിയാമോ? പിറ്റ് ലൈനിൽ ഓവർ സ്പീഡ് ചെയ്തതിന്, അതും 0.1 km/h. 0.1 km. അപ്പോൾ എന്താ സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ FIAയുടെ റൂളുണ്ട്. അത് ഈ വർഷമാണ് ഇത് കൂടുതലായിട്ട് കാണാൻ തുടങ്ങിയത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വർഷത്തെ കാറിനറിയാലോ ഈവനായിട്ടാണ് പേസ് വരുന്നത്. ഈ പിറ്റ് ലൈനിൽ കയറുമ്പം ഡ്രൈവേഴ്സ് ആര് പിറ്റ് ലൈനിൽ വന്നാലും സ്പീഡ് 80 km/h ആക്കണമെന്നാണ്. അതിന് ഡ്രൈവർ എന്താ ആ ഒരു സ്പീഡ് കുറയ്ക്കണമെന്നില്ല. സ്റ്റിയറിംഗ് അതായത് ഒരു സ്വിച്ച് ഉണ്ട്, പിറ്റ് ലൈൻ സ്വിച്ച് ഉണ്ട്. ആ പിറ്റ് ലൈൻ സ്വിച്ച് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി എന്താ ഒരു കാറ് 80 km/h സ്പീഡിലേ പോകത്തുള്ളൂ. അപ്പം ഡ്രൈവേഴ്സ് എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിറ്റ് ലൈനിലേക്ക് വരുന്നതിന് അതായത് റേസ് ട്രാക്ക് കഴിഞ്ഞ് പിറ്റ് ലൈനിലേക്ക് കയറുന്ന ആ ഒരു സെക്കൻഡ് മാത്രമേ ഇത് എനേബിൾ ചെയ്യത്തുള്ളൂ. അതായത് നേരത്തെ റേസ് ട്രാക്കിൽ തന്നെ ഈ ഒരു സ്വിച്ച് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ അവിടുന്ന് സ്ലോ ആയിട്ട് വരും. അപ്പം പിന്നെ വീണ്ടും അവരുടെ ടൈം പോവില്ലേ. അപ്പം നേരെ മറിച്ചിട്ട് പിറ്റ് ലൈനിൽ കയറി കഴിഞ്ഞിട്ട് ഈ ഒരു സ്വിച്ച് എനേബിൾ ചെയ്ത് കഴിഞ്ഞാലും വേറെ പെനാൽറ്റി കിട്ടും. അപ്പോൾ ഡ്രൈവേഴ്സ് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതൊരു ബാലൻസ് ചെയ്താണ് കൊണ്ടുപോകുന്നത്. അതായത് റേസ് ട്രാക്കിൽ നിന്ന് ഇറങ്ങി പിറ്റ് ലൈനിലേക്ക് കയറുന്ന ആ ഒരു സെക്കൻഡിൽ തന്നെയാണ് ഇവർ സ്വിച്ച് എനേബിൾ ചെയ്യാറുള്ളത്. അപ്പം ചില സമയത്ത് ചില ഡ്രൈവേഴ്സിന് ആ ഒരു ടൈമിങ് തെറ്റിപ്പോയി അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിപ്പോയി കഴിഞ്ഞാൽ ഇങ്ങനൊരു പെനാൽറ്റീസ് വരാം. അതുകൊണ്ടാണ് ഈ 0.1 km/h എന്നുള്ള ഒരു സംഭവം വരുന്നത്. സോ ഹാമിൽട്ടന്, റസലിന്, പിയർ ഗ്യാസ്ലിക്ക്, ഓസ്കർ പിയസ്ട്രിക്ക് ഇവർക്കെല്ലാം ഈ ഒരു പെനാൽറ്റി കിട്ടിയായിരുന്നു. പിന്നെ ജോർജ് റസലിന് ഈ ഒരു പെനാൽറ്റി കിട്ടിയത് അത് ഈ റേസിൽ പുള്ളിക്ക് വലിയൊരു തിരിച്ചടിയായി. അതെന്തോ നമ്മൾ കുറച്ച് കഴിയുമ്പോൾ ഒന്ന് ഡിസ്കസ് ചെയ്യും. അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോണേ. ജോർജ് റസലിന് ഈ ഒരു പെനാൽറ്റി ആവശ്യം വരും. സോ അനദർ ഡിസാസ്ട്രസ് റേസ് ഫോർ ലാൻഡോ നോറിസ്. Because he have to retire from the race because he have got problems in the battery. Last race he have to retire from the race for the gearbox issues and the never-ending story of McLaren's issue with gearbox, power unit and battery. It continues. Then again there comes the point where everyone thought that the Monaco Grand Prix is over. Kimi Antonelli won the Monaco Grand Prix. Then here comes the hero, Lance Stroll. അതിനർത്ഥം നിങ്ങളുടെ ഹീറോ തോറ്റെന്നാണോ? തോറ്റുപോയി. ഇപ്പൊ നിങ്ങളുടെ ഹീറോ എന്ത് ചെയ്യുന്നു? വിൽ ഹി ഗീവ് അപ്പ്? അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കിമി ആൻ്റനെല്ലി ജയിച്ചു, ബാക്കിയുള്ള ലാപ്പെല്ലാം കിമി ആൻ്റനെല്ലി തന്നെ ലീഡ് ചെയ്യുമെന്ന് വിചാരിച്ചിരിക്കുമ്പോൾ നമ്മുടെ ഹീറോ ലാൻസ് സ്ട്രോൾ വരുന്നു. ലാൻസ് സ്ട്രോൾ ഓടിക്കുന്നതിൻ്റെ ഇടയിൽ പുള്ളിയുടെ കൺട്രോൾ വിട്ട് ബാരിയറെ പോയി തട്ടി. അപ്പോൾ തന്നെ സേഫ്റ്റി കാർ വന്നു. സേഫ്റ്റി കാർ വന്നു കഴിഞ്ഞാൽ അറിയാലോ എല്ലാ ടീംസും അവർക്കൊരു ഫ്രീ ആയിട്ടുള്ളൊരു പിറ്റ് സ്റ്റോപ്പ് കിട്ടുന്ന പോലെയാണ്. എല്ലാ ടീമുകളും ഡ്രൈവേഴ്സിനെ പിറ്റ് ചെയ്ത് ഫ്രഷ് ടയേഴ്സ് ഇട്ടു. അപ്പോൾ ഇവിടെയാണ് ജോർജ് റസലിൻ്റെ റേസ് ആ ഒരു പെനാൽറ്റി ഡിസ്ട്രോയ് ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞില്ലേ, അതിവിടെയാണ് സംഭവം. ജോർജ് റസലിനെ പിറ്റ് ചെയ്തിട്ട് അവർ യൂഷ്വലി പിറ്റ് ചെയ്യുന്നത് എങ്ങനെയാണോ അതേപോലെ ടയർ ഇട്ടു, വണ്ടി അങ്ങ് വിട്ടു. മനസ്സിലായി? എനിക്ക് ഭ്രാന്തായി പോയതാണ്. അത് നാട്ടുകാർക്ക് മൊത്തം. സാധാരണ 5 സെക്കൻഡ് പെനാൽറ്റി കിട്ടിക്കഴിഞ്ഞാൽ പിറ്റ് ലൈനിൽ വരുമ്പം 5 സെക്കൻഡ് അവിടെ വെയിറ്റ് ചെയ്തിട്ട് വേണം ടയർ ചേഞ്ച് ചെയ്ത് പിറ്റ് ലൈൻ എക്സിറ്റ് ചെയ്ത് റേസ് കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി. ജോർജ് റസൽ വന്നു, മെക്കാനിക്സ് ടയർ ചേഞ്ച് ചെയ്തു,
റസൽ കാറെടുത്തുകൊണ്ടങ്ങ് പോയി എന്ന് പറഞ്ഞാൽ മെഴ്സിഡസ് ആ ഒരു കാര്യമേ മറന്നു എന്ന് തോന്നുന്നു. അപ്പോൾ അതുകൊണ്ട് ജോർജ് റസലിന് വീണ്ടും ഒരു പെനാൽറ്റി കിട്ടി, ഡ്രൈവ് ത്രൂ പെനാൽറ്റി. അങ്ങനെ ലാൻസ് സ്ട്രോള് ബാരിയർ ഇടിച്ചതിന് കാരണം വന്ന ആ സേഫ്റ്റി കാർ വന്നു. അത് കഴിഞ്ഞ് കുറേ ഡ്രൈവേഴ്സൊക്കെ പിറ്റ് ചെയ്ത് ടയറൊക്കെ ചേഞ്ച് ചെയ്ത് റേസ് കണ്ടിന്യൂ ചെയ്യുവാണ്. അപ്പോഴാണ് ദ മോസ്റ്റ് ഡിവാസ്റ്റേറ്റിംഗ് ഇൻസിഡൻറ്റ് നടന്നത്. എന്താ സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫെറാറി വീണ്ടും ചാൾസ് ലെക്ലർക്കിന് പണി കൊടുത്തു. ചാൾസ് ലെക്ലർക്കിൻ്റെ അതും ഏറ്റവും ഫണ്ണി ആയിട്ടുള്ള സംഭവം എന്താണെന്നറിയോ, ഫെറാറിയുടെ കാറിൻ്റെ ബ്രേക്ക് വർക്ക് ചെയ്യുന്നില്ല. എന്തോന്ന് പണിയുന്നേ. ഒന്നാമതേ മൊണാക്കോ ഭയങ്കര ഇടുക്കമുള്ള ട്രാക്കാണ്. അതിൻ്റെ കൂടെ സേഫ്റ്റി ആകാൻ വേണ്ടി മാക്സിമം FIA കുറേ കട്ട് മറ്റേ എഞ്ചിനകത്ത് റെവ് 1 എഞ്ചിനൊക്കെ കൊണ്ടുവന്ന് മാക്സിമം സേഫ്റ്റി കൂട്ടി. അതിൻ്റെ ഇടയിലാണ് ഫെറാറി ഇങ്ങനൊരു പണി ചെയ്യുന്നത്, ബ്രേക്ക് വർക്ക് ചെയ്യുന്നില്ലെന്ന്. ലെക്ലർക്ക് നേരെ ഓടിച്ചു വന്നു, അവിടെ ബ്രേക്ക് ചെയ്തിട്ട് വേണം ഒരു ടേൺ എടുക്കാൻ, ബ്രേക്ക് കിട്ടുന്നില്ല, നേരെ ഒന്ന് ബാരിയറിലോട്ട് ഇടിച്ച് കയറി. കാരണം ഞാൻ ഈ ഒരു അടുത്തിടയിൽ ചാൾസിനെ ഇത്രയും ആംഗ്രി ആയിട്ട് കണ്ടിട്ടില്ല. പുള്ളി യൂഷ്വലി അങ്ങനെ ആംഗ്രി ആയിട്ട് റിട്ടയർ ആയി പോകുന്നത് കുറവാണ്. പുള്ളി ഇതേപോലെ കരിച്ചിറങ്ങി പോയെന്ന് കണ്ടിട്ടില്ല. മിക്കവാറും പുള്ളി ആ ഒരു ഈയിടെ ഫെറാറിയായിട്ടുള്ള കരാർ പുതുക്കിയില്ലേ, അത് ഒന്നുകൂടെ റീതിങ്ക് ചെയ്യുമെന്ന് തോന്നുന്നു ഈ ഒരു ഇൻസിഡൻറ്റ് കാരണം. പിന്നെ അടുത്ത് വന്നതാണ് ഒരു റെഡ് ഫ്ലാഗ്. സംഭവം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആ ട്രാക്കിന് എന്തോ ഇഷ്യൂ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് റെഡ് ഫ്ലാഗ് ആക്കിയിട്ട് വീണ്ടും റേസ് ഡിസ്കണ്ടിന്യൂ ആയിപ്പോയി. പിന്നെ ഒരു 10-15 മിനിറ്റത്തോളം റേസ് നടന്നില്ലായിരുന്നു. അങ്ങനെ ആ ഒരു റെഡ് ഫ്ലാഗ് വന്നു കഴിയുമ്പം യൂഷ്വലി എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും റേസ് റീസ്റ്റാർട്ട് ചെയ്യും. ഗ്രിഡ് പൊസിഷനിൽ വന്ന് നിന്നിട്ട് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യണമെന്നാണ്. അപ്പോഴും നമ്മളൊന്ന് വിചാരിച്ച് കാണും എന്തെങ്കിലും ഒന്ന് സംഭവിക്കും. കിമി ആൻ്റണിയെ ഹാമിൽട്ടണോ അല്ലെങ്കിൽ ഹാഡ്ജറോ അല്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ ഒന്ന് ഓവർടേക്ക് ചെയ്യുമെന്ന് വിചാരിക്കും. പക്ഷേ ഒന്നും നടന്നില്ല. സോ അങ്ങനെ റേസ് കഴിഞ്ഞു. കിമി ആൻ്റണി P1 ഫിനിഷ് ചെയ്തു, P2 ലൂയിസ് ഹാമിൽട്ടൺ, P3 പിയർ ഗ്യാസ്ലി. അപ്പം ഇതിനകത്ത് വലിയൊരു ട്വിസ്റ്റ് ഉണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിയർ ഗ്യാസ്ലി ഓവർ സ്പീഡിൽ പിറ്റ് ലൈൻ കടന്നു. അതുകൊണ്ട് പിയർ ഗ്യാസ്ലിയിൽ നിന്ന് ആ ഒരു പോഡിയം പിടിച്ചെടുത്തവർ. എന്നിട്ട് അതുകൊണ്ട് നമ്മുടെ റെഡ് ബുള്ളിൻ്റെ ഐസക് ഹഡ്ജറാണ് P3 ഫിനിഷ് ചെയ്തത്. അതുപോലെ തന്നെ കാഡിലാക്കിൻ്റെ സെർജിയോ പേരസിനും പോയിന്റ് ഉണ്ടായിരുന്നു. സെർജിയോ പേരസിൻ്റെ നിന്നും ആ ഒരു പെനാൽറ്റി ഉള്ളതുകൊണ്ട് ഫെർണാണ്ടോ അലോൺസോയ്ക്കാണ് പോയിന്റ് കിട്ടിയത്. അതായത് ആസ്റ്റൺ മാർട്ടിൻ്റെ ഫസ്റ്റ് പോയിന്റാണ് ഈ സീസണിലെ ഫസ്റ്റ് പോയിന്റാണത്. സോ നോ ഇനി നമുക്ക് കിമി ആൻ്റണിയുടെ ആ ഒരു പെർഫോമൻസ് ഒന്ന് അനലൈസ് ചെയ്യാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷം മൊണാക്കോ അറിയില്ല, നമ്മൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഭയങ്കര മില്ലിമീറ്റർ പ്രിസിഷൻ വേണ്ട ഒരു സർക്യൂട്ടാണ്. കഴിഞ്ഞ വട്ടം മൊണാക്കോയിൽ കിമി ആൻ്റണി റേസിൽ ഫിനിഷ് ചെയ്തത് P15. അപ്പോൾ കഴിഞ്ഞ വട്ടത്തെ ഡേറ്റ് വെച്ച് നോക്കുവാണെങ്കിൽ ദർ ഈസ് നോ വേ കിമി വുഡ് പെർഫോം ലൈക്ക് ദിസ് ഇയർ. അല്ലെങ്കിൽ പുള്ളി അത്രയും ബെറ്റർ ആയിരിക്കണം, അത്ര ശ്രദ്ധിച്ചോടിച്ചിരിക്കണം. പക്ഷേ ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു റേസ് വീക്കെൻഡിൽ കിമിയുടെ ഭാഗത്തു നിന്ന് ഒരു മിസ്റ്റേക്ക് പോലും വന്നിട്ടില്ല. കാരണം ആ ഒരു പൂൾ കർവ് അല്ലെങ്കിൽ ആ ഒരു ഹെയർ പിന്നിൻ്റെ ഭാഗത്തൊക്കെ റുക്കിക്ക് എപ്പോഴും ഒരു മിസ്റ്റേക്ക് വരേണ്ട ഒരു സംഭവമാണ്. എന്തെങ്കിലും മിസ്റ്റേക്ക് ക്രാഷ് ചെയ്യണമെന്നല്ല ഞാൻ പറയുന്നത്, ഞാനത് ഡിസ്റെസ്പെക്റ്റ് അല്ല. കിമി ഡിഡ് വെൽ. ഇപ്പം ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റുക്കിയായിട്ടുള്ള ഒരാൾ അങ്ങനെയുള്ള ടേൺസിലൊക്കെ വരുമ്പോൾ സ്ലിപ്പായി പോവാം, അല്ലെങ്കിൽ ഗ്രേനിങ് ഉണ്ടാകും, ടയേഴ്സിന് ഗ്രേനിങ് ഉണ്ടാകും, അല്ലെങ്കിൽ പേസ് കുറഞ്ഞു പോകാം. ചെറിയൊരു പേസ് കുറഞ്ഞാൽ തന്നെ ലൂയിസൊക്കെ തൊട്ട് പറയലുണ്ട്. എന്താ പുള്ളി ലീഡ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ അറിയാമല്ലോ, ലൂയിസിൻ്റെ ലീഡ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ വിട്ടു കൊടുക്കത്തില്ല. അപ്പോൾ അത്രയും പ്രൊസിഷനോടുകൂടി പുള്ളി ഓടിച്ചെന്നുള്ളതാണ്. കിമി അബ്സല്യൂട്ടായിരുന്നു, അടിപൊളിയായിരുന്നു. ചെറുക്കൻ അടിപൊളിയായിട്ട് റേസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൽ വലിയൊരു ഹൈലൈറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏട്ടൻ സെന്നയ്ക്ക് ശേഷം മൊണാക്കോയിൽ വിൻ ചെയ്യുന്ന യങ്ങസ്റ്റ് ആയിട്ടുള്ള ഡ്രൈവറാണ് കിമി ആൻ്റണി. അതിനുശേഷം അറ്റൻസിനേക്ക് ശേഷം ആരും അങ്ങനെ മൊണാക്കോയിൽ ജയിച്ചിട്ടില്ല യങ് ആയിട്ടുള്ള ഡ്രൈവേഴ്സ്. സോ അങ്ങനെ ഒരു ഹിസ്റ്ററിയും കൂടെ കിമി ആൻ്റണി എഴുതിയിട്ടുണ്ട്. പിന്നെയാണ് മാക്സിൻ്റെ കാര്യം. എനിക്ക് തോന്നുന്നു ഈ നമ്പർ 3 എന്തോ കേഴ്സ് ഉണ്ടെന്ന് തോന്നുന്നു. കാരണം നമ്പർ 3 ആര് വന്നാലും അവർക്ക് ആ ഒരു സീസണിൽ ഭയങ്കര പണി കിട്ടും. അതുമാത്രമല്ല റെഡ് ബുള്ളിന് ഒത്തിരി ഇഷ്യൂസ് ഉണ്ട് കേട്ടോ. പിന്നെ ജോർജിൻ്റെ കാര്യം ഭയങ്കര കഷ്ടമാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ ഏറ്റവും വലിയ ഫണ്ണായിട്ടുള്ള സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജോർജിൻ്റെ ഫ്രണ്ടിലുള്ളത് ഹാഡ്ജറാണ്. ഹാഡ്ജറിന് ഓൾറെഡി പുള്ളിയുടെ കാറിന് ഗിയർ ഷിഫ്റ്റ് ചെയ്യുന്നതിന് ഇഷ്യൂ ഉണ്ടായിരുന്നു. എന്നിട്ട് പോലും ഹാഡ്ജറിനെ പുള്ളിക്ക് ഓവർടേക്ക് ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അതാണ് ഈ മൊണാക്കോ ഗ്രാൻഡ് പ്രിയുടെ ഒരു പ്രശ്നമാണ്. അപ്പോൾ ഇതുപോലുള്ള സന്ദർഭങ്ങളിൽ ടീമുകൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു കാര്യമാണ് അണ്ടർകട്ട്. അപ്പോൾ മെഴ്സിഡസിനെ അറിയാലോ, ദ ബെസ്റ്റ് മാനേജിങ് ടീം ഇൻ ഫോർമുല 1. അവരവരുടെ ക്വാളിറ്റി തെളിയിച്ചു. അപ്പോൾ അവർ അണ്ടർകട്ട് ചെയ്ത് മെഴ്സിഡസ് ജോർജ് റസലിനെ ഹഡ്ജർ പില്ലിയൻ ലീവ് ചെയ്യുന്നതിന് മുമ്പ് ജോർജ് റസൽ ട്രാക്കിലെത്തി ആ ഒരു ലീഡ് മേടിച്ചെടുത്തു. പക്ഷേ ജോർജ് റസൽ അങ്ങനെ കയറി പോയി കഴിഞ്ഞപ്പോഴത്തേനാണ് ഞാൻ പറഞ്ഞില്ലേ മറ്റേ ഒരു പെനാൽറ്റിയുടെ കാര്യം, അതവർ മെഴ്സിഡസ് മറന്നുപോയെന്ന് തോന്നുന്നു. അപ്പോൾ അത് കാരണം ആ ഒരു റണ്ണൗട്ട് പെനാൽറ്റി വീണ്ടും കിട്ടിയിട്ട് P3 നിന്ന് P13 വരെയും പോയി. പിന്നെ മൊണാക്കോ ഗ്രാൻഡ് പ്രി കുറേ ഡ്രൈവേഴ്സിന് അവരുടെ ഒരു കരിയർ ബെസ്റ്റ് പെർഫോമൻസ് കൊടുത്തു. റേസിംഗ് ബുൾസിൻ്റെ ലിംബ്ലാഡിനും ലോസണും അവർ രണ്ടുപേർക്കും പോയിൻറ്റ്സ് ഉണ്ടായിരുന്നു.
പിന്നെ ഹഡ്ജറിന് റെഡ് ബുള്ളി വന്നതിന് ശേഷം ഫസ്റ്റ് പോഡിയം. പിന്നെ സർ ലൂയിസ് ഹാമിൽട്ടണ് ഫെറാറി വന്നതിന് ശേഷം ഈ സീസണിലെ രണ്ടാമത്തെ പോഡിയമാണ്. അതുമാത്രമല്ല ആയിരട്ടൺ സെന്നയുടെ റെക്കോർഡ് ഉണ്ടായിരുന്നു, അതായത് മൊണാക്കോ ഗ്രാൻഡ് പ്രിയിൽ ഏറ്റവും കൂടുതൽ പോഡിയമുള്ള ഡ്രൈവർ. ആ ഒരു റെക്കോർഡും കൂടെ ലൂയിസ് ഹാമിൽട്ടൺ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ കിമി ആൻ്റനെല്ലി വൺസ് അഗെയിൻ ആൻഡ് ഫൈനലി കിമി ആൻ്റനെല്ലി ഒരു ജനറേഷണൽ ടാലൻ്റാണ്. കഴിഞ്ഞ റേസസിലൊക്കെ നമുക്ക് പറയാമായിരുന്നു ലക്കൊക്കെ ആയിരുന്നു, പക്ഷേ ഇത് പുള്ളിയുടെ പ്യുവർ സ്കില്ല് കൊണ്ട് പുള്ളി വിൻ ചെയ്തതാണ്. എന്ന് പറഞ്ഞാൽ ദർ ഈസ് നോ വേ ഹി വുഡ് പെർഫോം ദിസ് വെൽ ഇൻ മൊണാക്കോ, ബട്ട് ഹി പ്രൂവ്ഡ് ഇറ്റ്. അപ്പം നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ഇതിപ്പം 6 റേസ് കഴിഞ്ഞതേ ഉള്ളൂ. ഇപ്പോൾ കിമി ആൻ്റനെല്ലി നല്ലപോലെ ലീഡ് ഉയർത്തിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഡ്രൈവേഴ്സ് ചാമ്പ്യൻഷിപ്പിൽ നല്ലപോലെ ലീഡ് ഉയർത്തിയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? അപ്പം ഈ വർഷത്തെ ചാമ്പ്യൻഷിപ്പ് ഡിസൈഡഡ് ആയോ? കിമി ആൻ്റനെല്ലി വിൻ ചെയ്യുമോ, അതോ കഴിഞ്ഞ വർഷത്തെ പോലെ കഴിഞ്ഞ വർഷം ലാൻഡോ നോറിസിനെ മാക്സ് ഒപ്പോസ് ചെയ്തതുപോലെ വീണ്ടും ഈ സീസണിൽ ആരെങ്കിലും കിമി ആൻ്റനെല്ലിയെ എതിർക്കാൻ വേണ്ടി പോയിൻ്റ് കൂട്ടിക്കൊണ്ട് വരുമോ? അതോ ലൂയിസ് ഹാമിൽട്ടൺ വീണ്ടും 8ാമത്തെ ടൈറ്റിൽ വിൻ ചെയ്യുമോ? കമൻറ്റ് ചെയ്യൂ.